ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇന്ന് നമുക്ക് പാനിപൂരി ഫൈനൽ വീഡിയോ ആണ്. പാനിപൂരി ഇന്നത്തോടെ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പാനിപൂരി ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ബൗളിലോട്ട് മിന്റ് കൊറിയാണ്ടർ ചട്നി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ, ഈ ചട്നി ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ മേലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ മിന്റ് കൊറിയാണ്ടർ ചട്നി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഗ്രീൻ ചട്നി, നമ്മുടെ മിന്റ് കൊറിയാണ്ടർ ഗ്രീൻ ചട്നി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലോട്ട് ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക, നമ്മൾ സാധാരണ കുടിക്കുന്ന വെള്ളം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്കൊരു സ്ട്രെയിനറിൽ കൂടെ സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ വെള്ളം മാത്രം എടുക്കണം. അപ്പം അതിൻ്റെ പൾപ്പ് ഇപ്പുറത്ത് ഇരിക്കും. അപ്പോൾ അതിൻ്റെ ബാക്കി വരുന്ന ചണ്ടി കളയണം. അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് അതിൻ്റെ വെള്ളം മാത്രം എടുക്കുക. അപ്പോൾ പാനിപൂരിയുടെ ഏകദേശം 3 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ ഈ ചെയ്യുന്ന മിന്റ് കൊറിയാണ്ടർ ചട്നി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സ്വീറ്റ് ചട്നി, ഡേറ്റ്സ് ടാമറിൻഡ് ചട്നി ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതോടൊപ്പം ഞാൻ പാനിപൂരിയുടെ പൂരി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാത്തിൻ്റെയും ലിങ്ക് ഞാൻ മേലെ കൊടുക്കാം. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെ വീഡിയോയും കിട്ടും, 3 വീഡിയോയും കിട്ടും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെള്ളം ഏകദേശം 1 കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മിന്റ് കൊറിയാണ്ടർ ചട്നിയുടെ കൂടെ. അതാണ് ഞാനിപ്പോൾ സ്ട്രെയിൻ ചെയ്തെടുത്തത്. അപ്പോൾ ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് പോരെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് നമുക്ക് ബാക്കി ഫില്ലിംഗ് ചെയ്യാനുണ്ട്. ആ ഫില്ലിംഗ് ചെയ്യണവരെ ഞാനൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഏകദേശം ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിൻ്റെ പാതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് സവാള, ഒരു മീഡിയം സൈസ് സവാളയുടെ പാതി, അതും ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഏത് ഫില്ലിംഗ് വേണമെങ്കിലും എടുക്കാം. ഉരുളക്കിഴങ്ങ്, സവാള, ചെറുപയർ എടുക്കാം, കടല എടുക്കാം. അതിൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് ഉരുളക്കിഴങ്ങ്, സവാള, വെള്ളക്കടലയില്ലേ, നമ്മുടെ കാബൂലി ചണയാണ് ഇന്ന് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറുപയർ വേവിച്ചതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഉപ്പിട്ട് വേവിച്ച ചണയാണ്. അപ്പം വെള്ളക്കടല അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ 2-3 ടേബിൾ സ്പൂൺ വെള്ളക്കടല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്യാം. ചെറുപയർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഞാൻ ഇതിൽ ഫൈനലി ആഡ് ചെയ്യുന്നത് മല്ലിയില ചെറുതായി അരിഞ്ഞതാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ട് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷസിൻ്റെ ആ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. അതെല്ലാം ഇട്ടിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആവും. നമുക്ക് ഓൾറെഡി ഡേറ്റ്സ് മിന്റ് ചട്നി റെഡി ആയിട്ടുണ്ട്. ഗ്രീൻ ചട്നി റെഡിയായി. ഗ്രീൻ ചട്നി നമ്മൾ ഡയല്യൂട്ട് ചെയ്ത്, അതായത് പാനിപൂരിയുടെ പാനി റെഡിയായി. പൂരി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് വയ്ക്കുക. ആ പൂരിയിലോട്ട് ഇതിൻ്റെ ഫില്ലിംഗ് നിറയ്ക്കുക, പാനി നിറയ്ക്കുക, ഡേറ്റ്സ് ചട്നി നിറയ്ക്കുക. അത് കഴിഞ്ഞ് കഴിക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പാനിപൂരി റെഡി ആവും. എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഉപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എല്ലാത്തിൻ്റെയും. ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി കംപ്ലീറ്റ് ആവും ഇതോടെ, പാനിപൂരിയുടെ വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാനിതാ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് സെർവ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പൂരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കൈ കൊണ്ടെങ്കിൽ മേലത്തെ ഭാഗം ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം അങ്ങനെ ഓട്ടയായി വരും. അടിയിൽ ആ കുഴി അങ്ങനെ അത് ഹോൾഡ് ചെയ്യാനുള്ളത് അങ്ങനെ ഇരിക്കും. അതിലോട്ട് ആ ഫില്ലിംഗ് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കാരണം കുഞ്ഞു പൂരി അല്ലേ, അത്രയല്ലേ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ സ്വീറ്റ് ചട്നി, പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് ഗ്രീൻ ചട്നി. അത് നിറയുന്നവരെ ആ ബൗള് അല്ലെങ്കിൽ ആ പൂരി നിറയുന്നവരെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൂരി റെഡിയായി. എല്ലാവർക്കും വായിൽ വെള്ളം വരണ്ടാവും അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.